ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായിരുന്ന അന്തർവാഹിനി കപ്പൽ INS സിന്ധുരാജ് ഇനി ഓർമ്മ. 35 വർഷം നാവികസേനയുടെ ഭാഗമായിരുന്ന മുങ്ങിക്കപ്പൽ ഡീകമ്മീഷനു ശേഷം പൊളിക്കാനായി കണ്ണൂർ അഴീക്കൽ സിൽക്ക് യാർഡിൽ എത്തിച്ചിട്ടുണ്ട്. മുങ്ങിക്കപ്പൽ പൊളിക്കാനായി അഴീക്കലിൽ എത്തിയത് കേരള സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിനും ചരിത്ര നേട്ടമായി. 2 വർഷം മുൻപ് ഡീകമ്മീഷൻ ചെയ്ത INS സിന്ധുരാജ് വിശാഖപട്ടണം തുറമുഖത്ത് നിന്നുമാണ് അഴീക്കൽ സിൽക്ക് യാർഡിലെത്തിയത്. പ്രധാനമന്ത്രിയുടെ CNS റോളിംഗ് ട്രോഫി നേടിയ ഏക മുങ്ങിക്കപ്പലാണ് INS സിന്ധുരാജ്. കാലപ്പഴക്കം എത്തിയ കപ്പലുകൾ പൊളിക്കുന്നതിൽ 40 വർഷത്തെ പാരമ്പര്യമുള്ള സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിൽ ആദ്യമായാണ് അന്തർവാഹിനി എത്തുന്നത്. കപ്പൽ പൊളിക്കുന്ന പ്രവൃത്തികൾ സിൽക്കിൽ ആരംഭിച്ചു. മുങ്ങിക്കപ്പൽ പൊളിക്കാനെത്തിയത് അഭിമാനകരമായ നേട്ടമാണെന്ന് സിൽക്ക് ചെയർമാൻ മുഹമ്മദ് ഇക്ബാലും MD TG ഉല്ലാസ് കുമാറും പറഞ്ഞു. 4/4/2024 അന്തർവാഹിനി അഴീക്കലിൽ എത്തിയെങ്കിലും മണൽത്തിട്ടയുടെ ഒരു കാരണത്താൽ ഇത് കരയ്ക്കടുപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. ഏകദേശം 6 ദിവസത്തോളം സിൽക്കിൻ്റെ യാർഡിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ കടലിൽ നങ്കൂരമിട്ടു. കേരളത്തിലെ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് അവர்களுടെയും തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ B. വാസവൻ അവர்களுടെയും ഏകോപനമായ ഇടപെടൽ മൂലമാണ് അന്തർവാഹിനി കരയ്ക്കടുപ്പിക്കാൻ സാധിച്ചത്. 6 മാസം കൊണ്ട് കപ്പൽ പൊളിക്കുന്നത് പൂർത്തിയാകും. ഇതുവഴി സിൽക്കിന് 50 ലക്ഷത്തോളം രൂപ ലാഭമായി ലഭിക്കും. ഇതുവരെ ചെറുതും വലുതുമായി 60ഓളം കപ്പലുകളാണ് അഴീക്കൽ സിൽക്കിൽ പൊളിച്ചത്. ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിൽ കപ്പലുകൾ പൊളിക്കുന്ന പ്രവൃത്തി കൂടാതെ ബോട്ട്, കപ്പൽ തുടങ്ങിയവയുടെ നിർമ്മാണവുമുണ്ട്. കൈരളി ന്യൂസ്, കണ്ണൂർ.